ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം തീരുമാനിക്കാതെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന പുതിയ KSRTC ടെർമിനൽ ജനുവരിയിൽ തുറന്നുകൊടുക്കാനാവുമെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പ് ഏറെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാരും KSRTC ജീവനക്കാരും കാണുന്നത്. യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. KSRTC ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നു. 2015 ജനുവരി 30-നകം തുറന്നുകൊടുക്കുമെന്ന് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കമ്മ്യൂണിറ്റി ഓർഗനൈസർമാർക്ക് അനുകൂലമായ നിലപാട് കൌൺസിൽ കൈക്കൊണ്ടിരുന്നുവെന്ന് മേയർ. സർക്കാർ ഉത്തരവിൽ കൌൺസിൽ തീരുമാനം അംഗീകരിക്കപ്പെട്ടു എന്നും മേയർ. കേരളത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭൃത്യരെ പോലെ പെരുമാറുന്ന സർവീസ് സംഘടനകളുണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭൃത്യന്മാരെ പോലെ പെരുമാറുന്ന പല സർവീസ് സംഘടനകളുമുണ്ടെന്നും NGO അസോസിയേഷൻ അതിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 40ാമത് NGO അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ. കേരള NGO അസോസിയേഷൻ 40ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. വനം ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 40ാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭൃത്യന്മാരെ പോലെ പെരുമാറുന്ന പല സർവീസ് സംഘടനകളുണ്ടെന്നും NGO അസോസിയേഷൻ അതിൽ നിന്നും വ്യത്യസ്തമായ സംഘടനയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ അവകാശ സമ്പാദന രംഗത്ത് ഭരിക്കുന്നവരുടെ കൊടിയുടെ നിറം നോക്കാതെ സമരം നടത്തിയ ചരിത്രം NGO അസോസിയേഷന് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ട് പ്രധാനപ്പെട്ട റോൾ NGO അസോസിയേഷൻ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ജീവനക്കാരുടെ പൊതു താൽപര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. ജീവനക്കാരുടെ ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നു. ഇവരെല്ലാം ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രശ്നത്തിൽ തെറ്റായ ഒരു നിലപാട് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വന്നാൽ രാഷ്ട്രീയമല്ല അവിടെ താല്പര്യം, സംഘടനയുടെ താല്പര്യമാണ് പ്രമുഖമായി അവർ നോക്കിയിട്ടുള്ളത് എന്ന് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭൃത്യന്മാരെ പോലെ പെരുമാറുന്ന പല സംഘടനകളും സർവീസ് സംഘടനാ രംഗത്തുണ്ട്. ഞാൻ പേരും മേൽവിലാസവും ഒന്നും പറയുന്നില്ല. അതൊരു പക്ഷേ അവർക്ക് ഡെഫോർമാറ്ററി ആയി പോയേക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യം ഒഴിവാക്കി നിർത്തുകയാണ്. പക്ഷെ NGO അസോസിയേഷൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന പ്രസ്ഥാനമല്ല. ജില്ലാ പ്രസിഡന്റ് MA ഖാദർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് KC അബു, KPCC ജനറൽ സെക്രട്ടറിമാരായ N സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് KP അനിൽകുമാർ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, KPCC നിർവാഹക സമിതി അംഗം KP ബാബു, NGO അസോസിയേഷൻ മുൻ സംസ്ഥാന ട്രഷറർ PM അബ്ദുറഹിമാൻ, NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹനൻ, സംസ്ഥാന ട്രഷറർ K അജന്തൻ നായർ, NK ബെന്നി, VM ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊതുസമ്മേളനത്തെ തുടർന്ന് പ്രതിനിധി സമ്മേളനം, വനിതാ സമ്മേളനം, ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം എന്നിവയുമുണ്ടായിരുന്നു. വനിതാ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ലതിക സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ ഫോറം കൺവീനർ C പ്രേമവല്ലി അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷനിലെ കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരുടെ വേതനം 10,000 രൂപ ആക്കാനും അവരെ സ്ഥിരപ്പെടുത്താനും കൌൺസിൽ യോഗം തീരുമാനിച്ചിരുന്നതായി മേയർ AK പ്രേമജം വ്യക്തമാക്കി. സമരം അവസാനിപ്പിക്കുന്നതിനായി സർക്കാർ നൽകിയ ഉത്തരവിൽ കൌൺസിലിന്റെ തീരുമാനമാണ് അംഗീകരിക്കപ്പെട്ടതെന്നും പ്രക്ഷോഭ സമരങ്ങളോട് കൌൺസിൽ അനുഭാവമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മേയർ പറഞ്ഞു. കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന കോർപ്പറേഷൻ കൌൺസിലിന്റെ തീരുമാനം സർക്കാർ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മേയർ AK പ്രേമജം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
സമരം പിൻവലിച്ച് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ 10,000 ഉയർത്തി ഇന്ന് ഗവൺമെന്റ് ഉത്തരവിറക്കിയതിന് സന്തോഷമുണ്ട്. പക്ഷേ അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഇനിയും അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം ചർച്ച ചെയ്തപ്പോഴും ഇന്നലെ 4 മണിക്ക് ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞതെന്താ, 10,000 ഉയർത്താൻ വേണ്ടി ഗവൺമെന്റിലേക്ക് ഞങ്ങളുടെ തീരുമാനം അയച്ചു കൊടുത്തിട്ടുണ്ട്. മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ അംഗീകാരത്തിന് വിധേയമായിട്ട് ചെയ്യാവുന്നതാണ്. അത്രയും പറഞ്ഞിട്ടുണ്ട്. കൌൺസിൽ സർക്കാരിലേക്ക് ശുപാർശ ചെയ്ത കാര്യങ്ങളാണ് ഉത്തരവായി ഇറങ്ങിയത്. അടിയന്തരമായി 5,000 രൂപയാക്കി വേതനം വർദ്ധിപ്പിക്കാനും 10,000 രൂപയായി വേതനം ഉയർത്തുന്നതിനും സർക്കാർ അനുമതി നൽകണമെന്നാണ് കഴിഞ്ഞ ശനിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗം പാസാക്കിയ സപ്ലിമെന്ററി അജണ്ടയിൽ ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ടാണ് സർക്കാരിലേക്ക് നൽകിയത്. ഇതേ വിഷയം ഉന്നയിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നേടിയ UDF കൌൺസിൽ പാർട്ടി നേതാവ് MT പത്മ COMയുടെ വേതനം 8,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. 10,000 ആക്കണമെന്ന AMTU ആവശ്യം അതേപടിയാണ് ഭരണസമിതി സപ്ലിമെന്റ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയതെന്നും മേയർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സമരക്കാരുമായി 1 മണിക്കൂർ ചർച്ച നടത്തിയെന്നും ചർച്ച സൌഹൃദപരമായിരുന്നുവെന്നും മേയർ പറഞ്ഞു. ചർച്ചയിലും ഇതേ കാര്യങ്ങളാണ് തങ്ങൾ പറഞ്ഞതെന്നും മേയർ കൂട്ടിച്ചേർത്തു. 2015 ജനുവരി 30-നകം KSRTC ബസ് ടെർമിനൽ തുറന്നുകൊടുക്കാനാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയ ശേഷം ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായ കോഴിക്കോട് KSRTC ബസ് ടെർമിനലിന് ശാപമോക്ഷമാകുന്നു. ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ ജനപ്രതിനിധികളുടെ യോഗം വെസ്റ്റ് ഹിൽ അതിഥി മന്ദിരത്തിൽ ചേർന്നു. A. പ്രദീപ് കുമാർ MLA, DCC പ്രസിഡന്റ് KC അബു, KSRTC KTDFC MDമാർ, KSRTC സോണൽ ഓഫീസർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 2015 ജനുവരി 30-നകം KSRTC ബസ് ടെർമിനൽ തുറന്നുകൊടുക്കാനാവുമെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിശ്രമമുറി, സെക്യൂരിറ്റി, ക്യാമറ സംവിധാനം എന്നിവ ഉൾപ്പെടെ ആധുനീകരിച്ച് പാസഞ്ചേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ടെർമിനൽ നാടിന് സമർപ്പിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ജനുവരി മാസത്തിൽ തന്നെ തുറക്കാനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി, ക്യാമറ സർവൈലൻസ് സിസ്റ്റം അവിടെ ഉണ്ടാവും. സെക്യൂരിറ്റി കൃത്യമായിട്ട് സെക്യൂരിറ്റി ഉണ്ടാവും. അവിടെ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ KSRTC സ്റ്റാൻഡുകളിലൊക്കെ ഇപ്പോൾ എടുക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള ചില പ്രത്യേക നടപടികളുണ്ട്. വെയിറ്റിംഗ് റൂം, നന്നായിട്ട് ആളുകൾക്ക് ഇരുന്ന് അവർക്ക് വണ്ടി കയറി പോകാനുള്ള ഒരു സൗകര്യം, AC ഫർണിഷ്ഡ് ആയിട്ടുള്ള വെയിറ്റിംഗ് റൂംസ് ഉണ്ടാക്കുക, നീറ്റ്നെസ് ഉള്ള ടോയ്ലറ്റ്സ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഇവിടെ പാസഞ്ചേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒന്ന്. നവരാത്രി പൂജകൾക്കായി തളി ബ്രാഹ്മണ മഠത്തിൽ ബൊമ്മക്കൊലു ഒരുങ്ങി. ദേവീദേവന്മാരുടെ അവതാര രൂപങ്ങളുടെ വിവിധതരം ബൊമ്മകളാണ് ഒരുക്കിയിട്ടുള്ളത്. നവരാത്രിയിൽ മാത്രം സജ്ജമാക്കുന്ന ബൊമ്മക്കൊലു ഏറെ പ്രസിദ്ധമാണ്. തമിഴ് ബ്രാഹ്മണ ഗൃഹങ്ങളിലാണ് നവരാത്രി ഉത്സവകാലത്ത് സാധാരണയായി ബൊമ്മക്കൊലു ഒരുക്കുന്നത്. ദേവീദേവന്മാരുടെയും മറ്റും അലങ്കരിച്ച രൂപങ്ങളും പൂർണ്ണകുംഭം, അഷ്ടമംഗല്യം, ചന്ദനം, ധാന്യങ്ങൾ തുടങ്ങിയവയും നിലവിളക്ക് തെളിയിച്ച് പടികളിൽ നിരത്തി അതിലാണ് ഒരുക്കിവെക്കുന്നത്. 3, 5, 7 എന്നിങ്ങനെ ഒറ്റ സംഖ്യയിലാണ് പടികൾ തിരിക്കുക. മണ്ണിൽ നിർമ്മിച്ച ബൊമ്മകളെ ചായം പൂശി മനോഹരമാക്കുകയാണ് പതിവ്. ബൊമ്മക്കൊലു തയ്യാറാക്കുന്നതിന് പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുമുണ്ട്. മഹിഷാസുരനുമായി യുദ്ധത്തിന് പുറപ്പെടും മുൻപ് ചേർന്ന ദേവിയുടെ സഭയെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുകയാണ് ബൊമ്മക്കൊലു എന്നും പറയപ്പെടുന്നു. ഓരോ ജീവിയിലും ദൈവാംശമുണ്ട് എന്ന വിശ്വാസമാണ് ബൊമ്മക്കൊലു ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദേവന്മാരുടെ രൂപങ്ങൾക്കൊപ്പം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങളെയും പൂജിക്കുന്നത്. എല്ലാ ദിവസവും പ്രത്യേക ബൊമ്മക്കൊലു പൂജയും നടക്കുന്നുണ്ട്. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ബൊമ്മക്കൊലു ഒരുങ്ങി. 7 പടികളിലായിട്ടാണ് വിവിധ തരത്തിലുള്ള ബൊമ്മകൾ ഒരുക്കിയിട്ടുള്ളത്. ദശാവതാരം, അഷ്ടലക്ഷ്മി, വള്ളി കല്യാണം, സീതാരാമ കല്യാണം, ശിവപാർവതി കൈലാസം, രുക്മിണി സ്വയംവരം, സന്താന ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ബൊമ്മകൾ ബൊമ്മക്കൊലുവിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 9 വരെയാണ് ഭക്തജനങ്ങൾക്ക് ബൊമ്മക്കൊലു ദർശിക്കാനുള്ള സൌകര്യമൊരുക്കിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് തളി ബ്രാഹ്മണ സമൂഹ മഠം മുഖ്യപുരോഹിതൻ NK വെങ്കടാചലവാദ്യാർ. ലക്ഷ്യപ്രാപ്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമസ്ത പാപനിവൃത്തിയും ഐശ്വര്യം, വിജയം, ഐശ്വര്യാഭിവൃദ്ധി, വിദ്യാഭിവൃദ്ധി, ആന്തരിക ബാഹ്യ ശത്രുക്കളിൽ നിന്നുള്ള വിജയം, ഇതൊക്കെയാണ് ലക്ഷ്യം. ഇനിയും വരുന്ന തലമുറകൾ ഉത്തരോത്തരം ശ്രേയസ് പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തിക്കൊണ്ടുവരുന്നത്. നവരാത്രി ഉത്സവത്തിന്റെ സമാപന ദിവസമായ വിജയദശമി നാളിൽ ബൊമ്മക്കൊലു ഒരുക്കിയ പീഠത്തിന് താഴെ ഇരുത്തിയാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. ബൊമ്മകളെ കിടത്തി പാനക പൂജ നടത്തുന്നതോടെ ബൊമ്മക്കൊലു പൂജയ്ക്ക് സമാപനമാകും. ഈ ബൊമ്മകളെ തുണിയിൽ പൊതിഞ്ഞെടുത്ത് അടുത്ത വർഷത്തേക്ക് സൂക്ഷിക്കുകയാണ് പതിവ്.
ഈ വർഷത്തെ വിദ്യാരംഭ ചടങ്ങ് ദശമ ദിവസം രാവിലെ 9:30 ശേഷമാണ് നടത്തേണ്ടതെന്ന് ജ്യോതിശാസ്ത്ര പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. ദശമി പൂജ എല്ലാ മതസ്ഥരെയും ഉദ്ദേശിച്ചുള്ളതാണെന്നും ഏതൊരാൾക്കും വിദ്യാരംഭം കുറിക്കാൻ ഉത്തമമായ സമയമാണ് ദശമി എന്നും അവർ വ്യക്തമാക്കി. വിദ്യാരംഭം അന്ന് രാവിലെ നടത്തിയാൽ ദശമിക്കാവില്ല. അതാണ് ദശമി എന്നുള്ളതായ അതിന്റെ ആധാരമായിട്ടുള്ള ഇതിന് വരണമെങ്കിൽ 10-നും 10:30 അത് വൃശ്ചികലഗ്നം വരില്ലേ എന്നൊരു ചോദ്യചിഹ്നം ഉദിക്കാമെങ്കിലും 9 വ്യാഴമുണ്ട്. അതാണ് തപസ്സി. വിദ്യ തപസ്സിയെ പോലെ അനുഷ്ഠിക്കാനുള്ള ധാർമ്മികമായ കർത്തവ്യം അതിൽ നിന്നിട്ട് കിട്ടുന്നതാണ്. വൃശ്ചികലഗ്നാണ് ആ സമയത്ത് വരിക. അതുകൊണ്ട് അത് സാരമുള്ളതല്ല. ഭാരതീയ സംസ്കാരത്തിന്റെ മതേതര ഭാവം പ്രകടമാക്കുന്നതാണ് വിദ്യാരംഭം കുറിക്കൽ എന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത്. ദശമി പൂജയിൽ എല്ലാ മതസ്ഥരും സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് പൂജാകർമ്മങ്ങൾ നടക്കുന്നത്. മതത്തിനോ ജാതിക്കോ വേർതിരിവില്ലാതെയാണ് ആരാധന നടക്കുന്നത്. ഈ വർഷം വിദ്യാരംഭം കുറിക്കേണ്ടത് ഒക്ടോബർ 3 ദശമി ദിവസം രാവിലെ 9:30 ശേഷമാണെന്നും മൂലയിൽ മോഹൻദാസ് പണിക്കർ, ബേപ്പൂർ ടി കെ മുരളീധര പണിക്കർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. Drop the bass. You wanna say yeah? You wanna say grab? You wanna say? You wanna say? You wanna say yeah? നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം வாழ்வென்னும் அழகாம் உற்சவம். My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പ്രവാസി ലോകത്തിന്റെ പ്രശ്നങ്ങൾ വിഷയമാക്കി ഗൾഫ് പ്രതിസന്ധിയും കേരളവും എന്ന സെമിനാർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. സെമിനാറിനോടനുബന്ധിച്ച് നടന്ന അർബാബ് പുസ്തക പ്രകാശനം പുരുഷൻ കടലുണ്ടി MLA നിർവഹിച്ചു. പ്രവാസി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയും പൌരസമാജം കേരളയും ചേർന്ന് ഗൾഫ് പ്രതിസന്ധിയും കേരളവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന സെമിനാർ ഡോക്ടർ VKS മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് നാടുകളിൽ നിന്ന് തിരിച്ചുവരുന്നവർ കേരളത്തെ വൻ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നതെന്നും ഇതിനെ മറികടക്കാൻ സമ്പന്നരായ ഗൾഫ് മലയാളികൾ ചേർന്ന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിക്കണമെന്നും അതിനു കീഴിൽ 60-65 വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കാനാകുമെന്നും അതുവഴി തിരിച്ചുവരുന്ന ഗൾഫ് മലയാളികൾക്ക് തൊഴിലവസരങ്ങൾ നൽകാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംരംഭങ്ങൾക്കും സർക്കാരിനെ ആശ്രയിക്കുന്നത് നിർത്തേണ്ട കാലമായി. കോഴിക്കോട് മാനഞ്ചിറക്കടുത്തുള്ള കോംട്രസ്റ്റ് ഭൂമി CDA ഏറ്റെടുത്ത് പരിശീലന സെന്ററുകളും റെസിഡൻഷ്യൽ സെന്ററുകളും ആരംഭിക്കണമെന്നും ഡോക്ടർ VKS മേനോൻ നിർദ്ദേശിച്ചു. CDA ചെയർമാൻ NC അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. പ്രവാസി സാഹിത്യകാരൻ രാഘവ് രചിച്ചതും കോഴിക്കോട് സെന്റ് ജൂഡ് ബുക്സ് പ്രസിദ്ധീകരിച്ചതുമായ അർബാബ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. പുരുഷൻ കടലുണ്ടി MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. UK കുമാരൻ പുസ്തകം ഏറ്റുവാങ്ങി.
ഇൻഡോർ കോൺഫെഡറേഷൻ കൌൺസിൽ പ്രസിഡന്റ് MV കുഞ്ഞാമു ഗ്രന്ഥകർത്താവിന് ഉപഹാരം സമർപ്പിച്ചു. ഗൾഫ് പ്രതിസന്ധിയും കേരളവും എന്ന സെമിനാറിൽ ഇൻഡോർ കോൺഫെഡറേഷൻ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഗൾഫിലെ പ്രതിസന്ധിയെ സംബന്ധിച്ച് വളരെ ഗൗരവമായി കാണേണ്ട അവസ്ഥയാണ്. യുദ്ധാഘാതത്തിന് ശേഷം വളരെ കർശനമായ നിയമങ്ങളാണ് സൗദിയിൽ വരുന്നത്. ഡോക്ടർ പ്രിയദർശൻ ലാൽ, പോൾ കല്ലാനോട്, MV കുഞ്ഞാമു, M സുരേന്ദ്രൻ, രാംദാസ് വേങ്ങേരി, രാഘവ്, KA ലൈല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ CITU അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് കാർഡുകൾ വിതരണം ചെയ്തു. CITU ജില്ലാ സെന്ററിൽ നടന്ന പരിപാടിയും കാർഡ് വിതരണവും CITU ദേശീയ വൈസ് പ്രസിഡന്റ് KO ഹബീബ് ഉദ്ഘാടനം ചെയ്തു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ CITU കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ യൂണിയൻ അംഗങ്ങൾക്കും ഫോട്ടോ പതിച്ച മെമ്പർഷിപ്പ് കാർഡുകൾ വിതരണം ചെയ്തു. CITU കോഴിക്കോട് ജില്ലാ സെന്ററിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം CITU ദേശീയ വൈസ് പ്രസിഡന്റ് KO ഹബീബ് നിർവഹിച്ചു. തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. രമേശ് ചെന്നിത്തലയും പറഞ്ഞു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ മറ്റേ ഇതാണ് പറഞ്ഞത്, മണി ചെയ്താണ് ഒരു വിവരം കൊണ്ട് പറഞ്ഞാണ് സാറില്ല. അപ്പൊ അതങ്ങനെ അല്ലാന്നുള്ളത് ഉമ്മൻചാണ്ടിയും നമ്മുടെ തിരുവഞ്ചൂരിനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒരു നിയമം ഉണ്ടാക്കാനുള്ള ശ്രമം എടുത്ത്. കുഞ്ഞാലിക്കുട്ടിക്കാരി പിന്നെ തർക്കമില്ല, അളവാത്തിന് മണി ചെയ്യാനായാലും അങ്ങനെ വിരോധമില്ല. നവംബർ 10 സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്തുന്നതിന്റെ സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. MEMO സംസ്ഥാന സമിതി അംഗം ദിനേശ് പുല്ലൂരാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി MV ബാലൻ, ഷാജു വടകര, ബിനീഷ് കക്കോടി, ഷൈജു ചീക്കിലോട് എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് രവി പനങ്ങാട് സ്വാഗതവും ശ്രീജിത്ത് കട്ടിപ്പാറ നന്ദിയും പറഞ്ഞു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC വടകര ഡിവിഷൻ നിർധന വീടുകളിൽ വൈദ്യുതി ലഭ്യമാക്കി. MS റാവുത്തർ അനുസ്മരണത്തിന്റെ ഭാഗമായി അരിക്കുളം KSEB സെക്ഷനു കീഴിലെ 2 വീടുകളിലാണ് വൈദ്യുതി എത്തിച്ചത്. സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുരേഷ് നിർവഹിച്ചു. MS റാവുത്തർ അനുസ്മരണത്തിന്റെ ഭാഗമായി അരിക്കുളം KSEB സെക്ഷനു കീഴിലുള്ള 2 നിർധന കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കി. സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുരേഷ് നിർവഹിച്ചു. തീർച്ചയായും ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ആരംഭിച്ച ഈ പ്രവർത്തനം കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വലിയ ഗുണം നൽകും. കാരണം ആ നിലയ്ക്ക് അവര് നേരിട്ട് ഇതിന്റെ ഒരു പ്രവർത്തനത്തിന് പോകുമ്പോൾ വലിയ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ നേരിടും. അപ്പൊ ആ നിലയ്ക്ക് ആരംഭിച്ച ഈ പ്രവർത്തനം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയട്ടെ. തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ സംഘടനയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ KT ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രഭാകരൻ, രമണി, രഞ്ജിത്ത്, KT പ്രകാശൻ, V സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC വടകര ഡിവിഷനാണ് വീടുകളിൽ സൌജന്യമായി വൈദ്യുതി എത്തിച്ചത്. അമ്മു വേഴാമ്പലിനുള്ള അവസാന സ്വീകരണം മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കി. സമാപന യോഗവും സ്വീകരണ ചടങ്ങും കൌൺസിലർ ജീൻ മോസസ് ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ കുട്ടികൾക്കായുള്ള നാടകവും അവതരിപ്പിച്ചു. 35ാമത് നാഷണൽ ഗെയിംസിന്റെ പ്രതീകമായ അമ്മു വേഴാമ്പലിന് സ്വീകരണം മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കി. കോഴിക്കോട്ടെ അവസാനത്തെ സ്വീകരണവും സമാപന യോഗവും കൌൺസിലർ ജീൻ മോസസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിൻസി ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റമീള ഗ്രേസ് സ്വാഗതം പറഞ്ഞു. ദേശീയ ഗെയിംസ് സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് TM വേലായുധൻ, അംഗങ്ങളായ CPM ഉസ്മാൻ കോയ, PM മോഹനൻ മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ് ജോയ്സി K ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുൻ DGP ജേക്കബ് പുന്നൂസ് രചന നിർവഹിച്ച കേരള പോലീസ് ടീമിന്റെ കളിക്കുന്ന കുട്ടികൾക്കായി ഭാരതം കാത്തിരിക്കുന്നു എന്ന നാടകം വേദിയിൽ അരങ്ങേറി. കുട്ടികൾ ഏറെ ആവേശത്തോടെയാണ് നാടകത്തെ സ്വീകരിച്ചത്. കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ STU കുക്കിംഗ് തൊഴിലാളികൾക്ക് ലൈസൻസുകൾ വിതരണം ചെയ്തു. STU സംസ്ഥാന സെക്രട്ടറി U പോക്കർ കുക്കിംഗ് തൊഴിലാളി അബ്ദുൾ സലാമിന് ലൈസൻസ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുക്കിംഗ് തൊഴിലാളികൾക്ക് ലൈസൻസുകൾ വിതരണം ചെയ്തു. പയ്യാനക്കൽ വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുക്കിംഗ് തൊഴിലാളി അബ്ദുൾ സലാമിന് ആദ്യ ലൈസൻസ് നൽകിക്കൊണ്ട് STU സംസ്ഥാന സെക്രട്ടറി U പോക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് സൌത്ത് മണ്ഡലം സെക്രട്ടറി CT സക്കീർ ഹുസൈൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KP അബ്ദുൾ റസാഖ്,
സൗത്ത് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഹനീഫ, ചുമട്ടുതൊഴിലാളി സെക്രട്ടറി അബ്ദു എ.പി., അഹമ്മദ് കോയ എം, ബാലരാമൻ എ.ടി. ഉമ്മർ, സി.ടി. അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ സൗത്ത് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഹനീഫ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. Premier, the king of footwears. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. Premier, the king of footwears. വാർത്തകൾ തുടരുന്നു. കേരള NGO അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യാത്രയയപ്പ് സമ്മേളനവും മുൻകാല നേതാക്കളുടെ സംഗമവും നടന്നു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ജില്ലാ പ്രസിഡന്റ് MA ഖാദർ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. മുൻകാല നേതാക്കളുടെ സംഗമം നളന്ദ ഓഡിറ്റോറിയത്തിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിലും ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും റിട്ടയർമെന്റ് പ്രായപരിധിയായി വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള മലയാളികൾ സമൂഹത്തിനിടയിൽ ഇന്നും റിട്ടയർമെന്റ് പ്രായം 56 എന്ന വളരെ ദൗർഭാഗ്യകരമായി, അത് കേവലം സംഘടനാപരമായ നിങ്ങളുടെ ഒരു ആവശ്യം മാത്രമായി ഞാൻ കരുതുന്നില്ല, മറിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പൊതുസമൂഹത്തിന് മൊത്തത്തിൽ നഷ്ടമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. NGO അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PP രാജു അധ്യക്ഷനായിരുന്നു. M രാജൻ, KP ബാബു, V ഗംഗാധരൻ, PM അബ്ദുറഹിമാൻ, A ഷാവുൽ ഹമീദ്, V അബ്ദുൾ റസാഖ്, PP പ്രഭാകരക്കുറുപ്പ്, PT വേലായുധൻ, C രവീന്ദ്രൻ, KM കൃഷ്ണൻകുട്ടി, AK മുഹമ്മദ് അലി, PM കൃഷ്ണൻ, C അശോകക്കുറുപ്പ്, TT സുലൈമാൻ, NP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജീവനക്കാരുടെ പെൻഷൻ പ്രായം കേന്ദ്ര ജീവനക്കാരുടേതിന് തുല്യമാക്കി ഉയർത്തുക, ശമ്പള പരിഷ്കരണ പ്രാബല്യ തീയതി കഴിഞ്ഞതിനാൽ ഇടക്കാലാശ്വാസം അനുവദിക്കുക, KA സംബന്ധിച്ച് ജീവനക്കാരുമായി ചർച്ച ചെയ്യുക, ആശ്രിത നിയമനം ലഭിച്ചവരുടെ സർവീസ് റെഗുലറൈസ് ചെയ്യുക തുടങ്ങി ജീവനക്കാരുടെ നിരവധി പ്രശ്നങ്ങളും സമ്മേളനം ഉന്നയിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ യൂത്ത് കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി കോർപ്പറേഷൻ മേഖലാ കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തി. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലാ കാര്യാലയത്തിലെ അഴിമതിക്കെതിരെ ബേപ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മേഖലാ കാര്യാലയത്തിന് മുൻപിൽ ധർണ നടത്തി. ബേപ്പൂർ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണം, അനധികൃത ഫ്ളാറ്റ് നിർമ്മാണം, പശുക്കുളം ഭൂമി നികത്തൽ എന്നിവയിലുണ്ടായ അഴിമതി അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ബേപ്പൂർ മേഖലാ കോർപ്പറേഷൻ കാര്യാലയത്തിന്റെ കെട്ടിട നിർമ്മാണത്തിന് ജനങ്ങൾ സമർപ്പിച്ച 700 പ്ലാനുകൾ തീർപ്പാക്കിയിട്ടില്ല. കറുത്തടുത്ത വയൽ തോടാക്കിയത് കാരണം കുത്തുകല്ല് റോഡ് തകർച്ചയെ തുടർന്നും ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് പരിഹാരം കാണണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. മുൻമന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമ്മിക്കപ്പെട്ട ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി, ഇവിടെ ഉയർന്നു വരുന്ന അനധികൃത കെട്ടിടങ്ങൾ, കോഴിക്കോട് നഗരത്തിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നത്. ഇവിടെ സാധാരണക്കാരന്റെ പ്രശ്നത്തെക്കുറിച്ച് അവർക്ക് വേവലാതി ഒന്നും തന്നെയില്ല. ഈ കോർപ്പറേഷനെ 40ഓളം വിജിലൻസ് അന്വേഷണങ്ങൾ നടക്കുന്നു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രഭനീഷ് കൊമ്മടത്ത് അധ്യക്ഷം വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TK ഗഫൂർ, DCC സെക്രട്ടറി റഫീഖ് അഹമ്മദ്, മണ്ഡലം UDF കൺവീനർ രമേശ് നമ്പേത്ത്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് V ബാലകൃഷ്ണൻ, M ഷെറി, VP ബഷീർ, C അസീസ്, സപ്ന സലീം, ശാലിനി, സന്ധ്യ, രതീഷ്, ആഷിഖ് എന്നിവർ സംസാരിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചും വൈവിധ്യമാർന്ന ആഭരണങ്ങൾ അണിനിരത്തിയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 21ാം വാർഷികം എല്ലാ ഷോറൂമുകളിലും ആഘോഷിച്ചു. കോഴിക്കോട് ഷോറൂമിലെ ആഘോഷങ്ങൾ കവിയും സംഗീതജ്ഞനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഈ യുവത്വം നിറഞ്ഞ 21ാം വയസ്സിലേക്ക് കടക്കുന്ന മലബാർ ഗോൾഡിന്റെ ഈ ആഘോഷത്തിൽ ഞാൻ ഹൃദയപൂർവ്വം പങ്കെടുക്കുന്നു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, മാനേജിംഗ് ഡയറക്ടർ ഇന്ത്യ ഓപ്പറേഷൻസ് O അഷർ, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ, ഗ്രൂപ്പ് ഹെഡുമാർ, വിശിഷ്ടാതിഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 21ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുള്ളത്.
സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 16 വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമുകളിലും ഓരോ അരപ്പവൻ സ്വർണ്ണാഭരണ പർച്ചേസിനും സ്വർണ്ണ മെഡൽ സമ്മാനമായി ലഭിക്കും. കൂടാതെ 10,000 രൂപയുടെ ഡയമണ്ട് ആഭരണം വാങ്ങുമ്പോഴും സ്വർണ്ണ മെഡൽ സമ്മാനമായി ലഭിക്കും. പുതിയതായി വിപണിയിൽ അവതരിപ്പിച്ച് ഉപഭോക്താക്കളുടെ പ്രശംസ നേടിയ ലൈറ്റ് വെയ്റ്റ് ആഭരണ ശേഖരമായ ഹൈ കാഷ്വൽ ജ്വല്ലറിയുടെ വിപുലമായ ശേഖരം തന്നെ ഷോറൂമുകളിൽ അണിനിരത്തിയിട്ടുണ്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 120ാമത് ഷോറൂം കുവൈത്തിലെ ഫഹാഹിലിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ബ്രാൻഡ് അംബാസഡർ കരീന കപൂർ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് അർപ്പിച്ച വിശ്വാസത്തിന്റെയും ഗുണമേന്മയുടെയും പിൻബലത്തിൽ ഇന്ത്യയിലും സിംഗപ്പൂരിലും ഗൾഫ് രാജ്യങ്ങളിലുമായി മലബാർ ഗ്രൂപ്പിന്റെ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റീറ്റെയിൽ ആഭരണ വ്യാപാര രംഗത്ത് ലോകത്തെ മുൻനിര ബ്രാൻഡുകളിൽ ഒന്നാണ്. ലാഭവിഹിതത്തിന്റെ നിശ്ചിത ശതമാനം സാമൂഹ്യ പ്രതിബദ്ധത പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന മലബാർ ഗ്രൂപ്പ് വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിലും അർഹതപ്പെട്ടവർക്ക് ഭവന നിർമ്മാണത്തിനും വിവാഹത്തിനും ധനസഹായം എന്നിങ്ങനെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണ്. വാർത്തകൾ ചുരുക്കത്തിൽ. ദേശീയ ഫാർമസിസ്റ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി വടകര ഫാർമസിസ്റ്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ ഫാർമസിസ്റ്റ് റാലി നടത്തി. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയ റാലി വടകര ജോയിന്റ് ആർടിഒ മനോഹരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. KP മുരളി, PR റജിൽ, M ഷെറിൻകുമാർ, M അമൃത എന്നിവർ നേതൃത്വം നൽകി. ജയൻ കൊറത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫാർമസി മേഖലയുടെയും ഫാർമസിസ്റ്റുകളുടെയും പ്രാധാന്യം പൊതുസമൂഹത്തെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തുന്നതിനും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിൽ ഫാർമസിസ്റ്റുകളുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഫാർമസിസ്റ്റ് ദിനാചരണം നടത്തുന്നത്. ഇന്തോ കൊറിയൻ ഓർത്തോപീഡിക് ഫൌണ്ടേഷന്റെയും PK സുരേന്ദ്രൻ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഫൌണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് സൌജന്യ സമ്പൂർണ്ണ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ക്യാമ്പും അന്താരാഷ്ട്ര സന്ധിരോഗ സിമ്പോസിയവും നടത്തും. സെപ്റ്റംബർ 20-നാണ് പരിപാടി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് മുൻ ഡയറക്ടർ പ്രൊഫസർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധബാധിത പ്രദേശങ്ങൾ തുടങ്ങിയ വൈദ്യസഹായം അത്യന്താപേക്ഷിതവും ദുർഘടവുമായ സ്ഥലങ്ങളിൽ വൈദ്യസഹായം ലഭ്യമാക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയായ മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സിന്റെ പ്രവർത്തനങ്ങളെ കോഴിക്കോടിന് പരിചയപ്പെടുത്തുന്നു. ഇതിന്റെ ഭാഗമായി MSF സൌത്ത് ഏഷ്യൻ റീജിയണൽ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ SS സന്തോഷ് കുമാറിന്റെ പ്രഭാഷണം സെപ്റ്റംബർ 27-ന് വൈകുന്നേരം അളകാപുരി ഹോട്ടലിൽ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 29-ന് തിങ്കളാഴ്ച വൈകുന്നേരം കോഴിക്കോട് KP കേശവ മേനോൻ ഹാളിൽ ദേവരാജൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനവും സംഗീത നിശയും സംഘടിപ്പിക്കും. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യും. മാധുരിയമ്മ, PK സുനിൽകുമാർ, KS ചന്ദ്രകാന്ത് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനമേള മാധുരിയും സുനിൽകുമാറും നേതൃത്വം നൽകും. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ബീച്ചും ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സിൽവർ ഹിൽസും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അത്യന്തം നൂതനമായ സംവിധാനങ്ങളോടുകൂടിയ ബൈക്ക് ആംബുലൻസ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പുറത്തിറക്കുന്നു. ഇടുങ്ങിയ വഴികളുള്ള വാസസ്ഥലങ്ങളിലേക്കും ബൈക്ക് ആംബുലൻസിന് എളുപ്പത്തിൽ എത്തുവാൻ സാധിക്കും. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ബൈക്ക് ആംബുലൻസിന് ഒരു തടസ്സമാകില്ല. ഇതിന്റെ സേവനം തികച്ചും സൌജന്യമായിരിക്കുമെന്നും ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നു. 2015 ജനുവരി 30-നകം തുറന്നുകൊടുക്കുമെന്ന് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കമ്മ്യൂണിറ്റി ഓർഗനൈസർമാർക്ക് അനുകൂലമായ നിലപാട് കൌൺസിൽ കൈക്കൊണ്ടിരുന്നുവെന്ന് മേയർ. സർക്കാർ ഉത്തരവിൽ കൌൺസിൽ തീരുമാനം അംഗീകരിക്കപ്പെട്ടു എന്നും മേയർ. കേരളത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വൃത്തരെ പോലെ പെരുമാറുന്ന സർവീസ് സംഘടനകളുണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്.